തയ്യൽ തൊഴിലാളി കോൺഗ്രസ് കൊല്ലം ജില്ലാ സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. എല്ലാ തൊഴിൽ ക്ഷേമനിധി ബോർഡുകളും പുനഃസംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തയ്യൽ തൊഴിലാളി കോൺഗ്രസ് INTUC കൊല്ലം ജില്ലാ സമ്മേളനമാണ് കരുനാഗപ്പള്ളിയിൽ നടന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ തൊഴിൽ ക്ഷേമനിധി ബോർഡുകളും പുനഃസംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഭാഗത്ത് തൊഴിലാളി ആ പദ്ധതി തന്നെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ്. വിബിജാം പദ്ധതിയുടെ മഹാത്മാഗാന്ധിയുടെ പേരും മാറ്റി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്വഭാവവും മാറ്റി, പണം നൽകുന്ന രീതിയും മാറ്റി. നമ്മുടെ നാടിൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്ന, നാട്ടിൽ പട്ടിണി ഇല്ലാതാക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിൽദാന പദ്ധതി UPA ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്നതാണ്. കോവിഡ് ഈ നാട് അതിജീവിച്ചത് ആ ഒറ്റ പദ്ധതിയുടെ പേരിലാണ്. അപ്പോൾ ആ പദ്ധതിയെപ്പോലും ഞെരിച്ചു കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഷേധങ്ങൾ നമ്മൾ രാജ്യത്തെങ്ങും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നാട്ടുപുറങ്ങളിലൊക്കെ തന്നെ നമ്മൾ പല വീടുകളും പുലർന്നു പോകുന്നത് ഈ സഹോദരിമാർ തൊഴിലുറപ്പിന് പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. ആ പദ്ധതി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ശക്തമായി എതിർത്തു. പാർലമെൻറ്റിനകത്ത് പോരാടി. പക്ഷെ അവർ ബുൾഡോസ് ചെയ്യുന്ന രീതിയുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് പൊതുവായി തൊഴിൽ മേഖലയിൽ അസ്വസ്ഥതകളും അതുപോലെ തന്നെ പ്രയാസങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് കുറച്ച് മുതലാളിമാരുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനം CR മഹേഷ് MLA നിർവഹിച്ചു. പുതിയ അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണം UDF ജില്ലാ ചെയർമാൻ KC രാജൻ നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ബാബു അമ്മവീട് സംഘടനാ സന്ദേശം നൽകി. ജില്ലാ പ്രസിഡന്റ് സബീർ വബാക്കാവ് അധ്യക്ഷത വഹിച്ചു. R രാജശേഖരൻ, ചുറ്റുമൂല നാസർ, N അജയകുമാർ, KA ജവാദ, ശൂർനാട് സരസചന്ദ്രൻ പിള്ള, ശുഭകുമാരി, സ്കറിയ തോമസ്, ശകുന്തള അമ്മവീട്, തൊടിയൂർ വിജയൻ, കൃഷ്ണൻപിള്ള, K ജയരാജൻ, രമേശ് ബാബു, വിജയഭാനു, ദിലീപ് കളരിക്കമണ്ണിൽ, രമണൻ പൈനിമൂട്ടിൽ, സാലിഹ റസാഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.